നമസ്കാരം. ഡയമണ്ട് അക്വാനേച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ പ്ലാന്റഡ് അക്വേറിയം ആയിരുന്നു നമുക്ക് പഴയത്. അതിപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നോർമൽ അക്വേറിയം ഒക്കെ മാറ്റി, പ്ലാന്റഡ് മാറ്റി. കുറേ ആളായിട്ട് പ്ലാന്റൊക്കെ ആ ആൽഗയൊക്കെ പിടിച്ച് വൃത്തികേടായി കിടന്നു. അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം മാറ്റി. പിന്നെ അക്വേറിയത്തിന് ചെറിയ റിപ്പയർ ഉണ്ടായിരുന്നു. ആ റിപ്പയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം കയറ്റിയിട്ട് ഇപ്പം മീനിനെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ടൗണിൽ ഷോപ്പിലേക്ക് പോയി അവിടെ ചെന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. തുടർന്ന് നമ്മളുടെ അക്വേറിയത്തിനകത്തുണ്ടല്ല, ഇത് ഈ ഭാഗത്തൂടെ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒട്ടിച്ച ഭാഗമില്ലേ ഫുള്ളായിട്ട്, ആ ഫുള്ളായിട്ടുള്ള ഭാഗം ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് അത് പഴയ സാധനം ഫുള്ള് ചിരണ്ടി കളഞ്ഞിട്ട് പുതിയതായിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടോപ്പ് വരെയുള്ള ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നേരം അവിടെ കൂടെ ലീക്ക് ഒഴിവാക്കണമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മളിപ്പോൾ ഇത്രയും വെള്ളം കയറ്റിയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒട്ടിച്ചിട്ട് ഒരു 24 മണിക്കൂർ ആകാൻ പോണതേ ഉള്ളൂ. 24 മണിക്കൂർ ആകുമ്പോൾ കുഴപ്പമില്ല, വെള്ളം കയറ്റാവുന്നതാണ്. എന്നാലും നമ്മൾ നാളെ വെള്ളം ഫുള്ളായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇവിടെ വരെ വെള്ളമായിട്ട് ഇതിനകത്ത് മീൻ വാങ്ങിച്ചിട്ട് ചെയ്യും. നമ്മളാണല്ല ഈ ഷോപ്പിൽ ഇത്ര മീനാണുള്ളത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് പച്ച ഒരെണ്ണം കണ്ടേ ഉള്ളൂ, ഒരു പച്ചയും കണ്ടേ ഉള്ളൂ. വേറെ എല്ലാം ഈ നീല കളറും റോസ് കളറും അങ്ങനെയുള്ള കളറും എല്ലാവരും ഫുള്ളായിട്ട് നമ്മൾ എടുക്കുക. നമ്മളിത് അക്വേറിയം അപ്ഗ്രേഡ് ചെയ്ത് അതിനകത്തേക്ക് ഇത് മുഴുവനായിട്ട് ടെട്രാ ഫിഷിനെയാണ് മേടിച്ചാണ്. ടെട്രാ ഫിഷിനെ മേടിച്ച് നമുക്ക് ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ഇടാം. ഇത് നമ്മൾ അക്വേറിയത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കണേ, കുറച്ച് ഇറത്തിക്ക് ഇട്ട് വയ്ക്കും. അതിന് വെള്ളം ടെമ്പറേച്ചർ നോർമലായിട്ട് ഇതിനെ റിലീസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. അതായത് നമ്മൾ ചെയ്യുന്നുണ്ട വീട് പണിത സമയത്ത് അക്വേറിയം വെക്കാനായിട്ട് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൺസീൽഡായിട്ട് വെള്ളത്തിന്റെ ലൈനിങ് ആയിട്ട് വരാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അതിനകത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. മീനിനായിട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് മെത്തലിൻ ബ്ലൂ ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഒരു കുപ്പി മുഴുവനായിട്ട് ചേർക്കും. നമ്മുടെ ടാങ്ക് ഒരു 500 ലിറ്ററിന്റെ ടാങ്കാണ്. ഇതിനകത്ത് ഇത്രയെങ്കിലും ചേർത്തെങ്കിലേ പ്രയോജനം ഉണ്ടാകുള്ളൂ. ഒരു കുപ്പി ഫുള്ളായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതുണ്ട്, നമുക്ക് നേരത്തെ ഇരുന്ന ടോപ്പ് ഫിൽറ്ററാണ്. അതൊക്കെ ഇപ്പം മോട്ടർ നമ്മളതിൻ്റെ ചൈനയുടെ സാധനമല്ല, നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എന്നാലും അത്യാവശ്യം ഓടും. ഇതിപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പൊ വെള്ളം ഇച്ചിരി കലങ്ങി നിൽപ്പുണ്ട്, അതൊക്കെ ക്ലിയർ ആവും. ആ സമയത്ത് ഈ വെള്ളം ജപ്പാൻ വെള്ളമാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റോറേജ് ടാങ്കിൽ കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് ക്ലോറിനൊക്കെ പോയ വെള്ളമാണ്. ക്ലോറിനുള്ള വെള്ളത്തിലൊന്നും ഒരു കാരണവശാലും മീനിനെ ഇടരുത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അങ്ങനെ നമ്മൾ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് ഇനി ഇതേ മീനിനെ കൊണ്ടുവന്നിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ആയിട്ടില്ലേ? 20 മിനിറ്റ് ആയിട്ട് നമുക്കതിന് മീനിനെ റിലീസ് ചെയ്യാം ആദ്യം. അങ്ങനെ മീനിനെ നമ്മൾ റിലീസ് ചെയ്തേക്കണേ ഇതിനകത്തേക്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.